നമസ്കാരം. ദിവസവും രാവിലെ ഡയബറ്റീസ് മാറാൻ വേണ്ടി പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നവരാണോ നിങ്ങൾ? നിർത്തുമൊന്നും വേണ്ട, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണമെന്നൊരു നിർബന്ധവും മാത്രവുമല്ല, ചില പ്രത്യേക അവസ്ഥയിലുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഗുണത്തിന് പകരം ദോഷവും കിട്ടും. അതാരൊക്കെയാണെന്ന് വീഡിയോൻ്റെ അവസാനം നമുക്ക് പറയാം. ഓക്കെ, ശരി. കാലങ്ങളായിട്ട് ഒരു 10-25 വർഷമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ബിലീഫാണ് പ്രമേഹം മാറാൻ വേണ്ടിയിട്ട് പാവയ്ക്ക ജ്യൂസ് ദിവസവും രാവിലെ കഴിക്കുന്നത് അത്യുത്തമമാണെന്ന്. അമ്മൂമ്മമാർ പറയും, അയൽക്കാർ പറയും, വാട്സപ്പ് ഗ്രൂപ്പിൽ വരും. ഇത്രയും പുരോഗമിച്ചിട്ടുള്ള ഈ കാലത്തും OPDയിൽ ഇപ്പോഴും ചില പേഷ്യൻസ് വരാറുണ്ട്. മരുന്ന് നിർത്തി ഡോക്ടറെ, ഞങ്ങൾ പാവയ്ക്കാനീരിൽ മാത്രമാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. HbA1c എടുത്ത് നോക്കുമ്പോഴോ 10, 11, 12 അങ്ങനെ അങ്ങ് പോകും. ശരിക്കും എന്താ ഇതിനകത്ത് സത്യമുള്ളത്? ശരിയാണ്, പാവയ്ക്കയ്ക്ക് ഒരു ജെനുവിൻ ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ കൂട്ടത്തില്ല എന്ന് സാരം. അതിനകത്തുള്ള അടങ്ങിയിരിക്കുന്ന കെരന്റീൻ, പോളിപെപ്റ്റൈഡ് പി എന്നീ കോമ്പൗണ്ട്സ് ഇതിൻ്റെ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ ചെറിയ രീതിയിൽ ഒന്ന് ഇംപ്രൂവ് ചെയ്യിക്കുമെന്നും ചില പഠനങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അത്തരം പഠനങ്ങൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫോം, അതായത് അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ചിട്ടാണ് പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ഈ കഴിക്കുന്ന പാവയ്ക്ക ജ്യൂസിലുള്ളതല്ല. പക്ഷേ ഡയബറ്റിസ് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നാച്ചുറൽ റെമഡിയാണ് പാവയ്ക്ക ജ്യൂസ് എന്ന് പറയുന്നത് അതൊരു നുണയാണ്. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ടൈപ്പ് 2 ഡയബറ്റീസിൽ മരുന്നിന് പകരമായിട്ട് പാവയ്ക്ക ജ്യൂസ് ഉപയോഗിക്കാമെന്ന് ഒരു സ്റ്റഡിയും ഇന്നേ വരെ ഒരിടത്തും പ്രൂവ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തു നോക്കുന്നവർ ഇതൊക്കെ കേട്ട് വിശ്വസിച്ച് 3 മാസവും 4 മാസവും ഒക്കെ ഉണ്ടായിരുന്ന ടാബ്ലറ്റ്സും മരുന്നുകളും എല്ലാം നിർത്തിയതിന് ശേഷം പാവയ്ക്കാനീരിനെ മാത്രം ആശ്രയിച്ച് വരുന്ന ചില രോഗികളുണ്ട്. അവരുടെ കിഡ്നിയുടെ ഫങ്ഷനും മുൻപത്തേതിനേക്കാളും ഡ്രോപ്പ് ആയിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? പാവയ്ക്ക കഴിച്ചോളൂ. നിങ്ങൾക്ക് കിഡ്നിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു നല്ല പച്ചക്കറിയായിട്ട് പാവയ്ക്ക നിങ്ങൾ കഴിച്ചോളൂ. ഇനി ജ്യൂസായിട്ട് തന്നെ കഴിക്കണമെന്ന് നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ പാവയ്ക്ക നീര് കുടിച്ചോളൂ. പക്ഷേ ആ വേർഡ് നിങ്ങൾ നോക്കണം, മോഡറേറ്റ് ആയിട്ട്. മോഡറേഷൻ അവിടെ വളരെ പ്രധാനമാണ്. അപ്പോഴും കിഡ്നി പേഷ്യൻസ് പ്രത്യേകം ഒരു കാര്യം ഓർക്കണം, ഇത് നിങ്ങൾക്കുള്ളതല്ല. കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഹൈ ആയിട്ടുള്ള പൊട്ടാസ്യം, ഓക്സലേറ്റ്സ് ഇതെല്ലാം നിങ്ങളുടെ കിഡ്നിയുടെ പ്രവർത്തനം ഒന്നുകൂടെ മോശമാകുന്നതിന് കാരണമാകും. അപ്പം ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ വേറെ ആരെങ്കിലും നിങ്ങളോട് പറയാണ് ടാബ്ലറ്റ്സ് ഒക്കെ നിർത്തിക്കോളൂ, ഇത് മാത്രം കഴിച്ചാൽ മതി എന്നാരെങ്കിലും പറയുവാണെങ്കിൽ നെവർ എവർ. ഓക്കെ, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നിങ്ങൾ സ്വമേധയാ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടാബ്ലറ്റ്സ് ഒഴിവാക്കരുത്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ മെഡിക്കേഷൻസ് നിർത്താതെ വേണമെന്ന് സാരം. പിന്നെ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് മെഡിക്കേഷൻസിനൊന്നും ആവശ്യമില്ല, നിങ്ങൾ ഈ പാവയ്ക്ക നീര് മാത്രം കുടിച്ചാൽ മതി, നാച്ചുറലായിട്ടൊരു റെമഡിയാണെന്ന് പറയുവാണെങ്കിൽ ഇനി അങ്ങനെ പറയുന്നവർക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. ഇപ്പോഴും ഇന്നത്തെ കാലത്തും ഈ പറഞ്ഞ കാര്യം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഇതിപ്പോൾ തന്നെ അവർക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള വേറെ ഏതെങ്കിലും മിത്സ് സത്യമാണോ, ഇതിൽ സത്യം എന്ത്, മിഥ്യ എന്തെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ടുള്ള ആരെങ്കിലും ഇപ്പോഴും നിങ്ങളുടെ തലയിൽ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക. നമുക്കത് ഡീറ്റെയിൽഡായിട്ട് ഇതുപോലെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു, നന്ദി.